ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ ഫലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് തുടരുന്നത്. തുടർഭരണം ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെ ചൊല്ലിയും CPM-ൽ ചർച്ചകൾ സജീവമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ KN ബാലഗോപാൽ, P രാജീവ്, മുഹമ്മദ് റിയാസ് എന്നിവരിൽ ഒരാൾ പ്രതിപക്ഷ നേതാവാകും. എന്നാൽ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമാണ് 3 പേരും നേരിടുന്നത്. ഭരണം നഷ്ടപ്പെട്ടാൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് ഉറപ്പായതോടുകൂടിയാണ് പുതുതലമുറ നേതാക്കളുടെ പേരുകൾ സജീവ ചർച്ചയാകുന്നത്. അശ്വതി, ജിജീഷ് കരുണാകരനിലേക്ക് പോകുന്നതിന് മുൻപ്, അതായത് ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രി കസേരയിൽ തന്നെ ഇരിക്കും, പക്ഷേ ഈ തോറ്റാൽ പ്രതിപക്ഷ കസേര വേണ്ട എന്നുള്ളതാണ് നമ്മുടെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ പോയതൊക്കെ കണ്ടില്ല. അപ്പൊ ഇക്കാര്യങ്ങളിലൊക്കെ ഒരു രാശി നോക്കുന്ന പാർട്ടിക്കാരാണ് CPM എന്ന് പറയേണ്ടി വരും. എന്തായാലും പ്രതിപക്ഷ കസേരയ്ക്ക് വലിയ രാശിയില്ല കേട്ടോ. VD സതീഷിന്റെ അവസ്ഥ കണ്ടില്ലേ? അതെ. എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും പ്രതിപക്ഷ നേതാവ് ആരാകും, ആ ഒരു ചോദ്യം മാത്രമാണല്ലോ അവശേഷിക്കുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കൃത്യമാണ് എങ്കിൽ ഇത്രയും ആത്മവിശ്വാസമില്ലായ്മയിലേക്ക് എത്തിയോ CPM? എന്നെ അത് ദുഃഖിപ്പിക്കുന്നു. കാരണം എക്സിറ്റ് പോളുകൾ കണ്ടൊക്കെ ഇങ്ങനെ ഭയക്കണോ? കാരണം 4-ാം തീയതി വരെ ഒന്ന് കാത്തിരുന്നുകൂടെ? അതിനുശേഷം നമുക്ക് പ്രതിപക്ഷ നേതാവിനെ പറ്റിയുള്ള ചർച്ച ചെയ്യാം. എങ്ങാനും ലോട്ടറി കിട്ടിയാലോ? തീർച്ചയായും. എന്തായാലും നമ്മുടെ ജിജീഷ് കരുണാകരനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ജിജീഷ്, എന്താണ് CPM-ൽ വല്ലാത്തൊരു വിഷമഘട്ടത്തിലാണ് CPM എന്നുള്ളത് തോന്നുന്നു. കാരണം ഭരണ തുടർച്ച ഉറപ്പിച്ചിരിക്കുകയാണ് CPM എന്ന് പറഞ്ഞു വച്ചിരിക്കുകയാണ്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇടുത്തിയായി എത്തിയത്. എന്താണ് ക്യാമ്പിലെ ചർച്ച? ഒരു കാര്യം കൂടി ഒന്ന് രാഖി സൂചിപ്പിച്ചോട്ടെ ജിജീഷെ. നമുക്ക് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വലിയ അടി നടക്കുന്നുണ്ട്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ CPM മാതൃകയാണ്. കാരണം പ്രതിപക്ഷ സ്ഥാനത്തിന് വേണ്ടി ഒരു മത്സരവുമില്ല, അടിയുമില്ല. ആകെ മൊത്തം നിരാശയിലാണ്. രാഗി, അശ്വതി, ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചിരുന്ന, അല്ലെങ്കിൽ ഭരണ തുടർച്ചയെക്കുറിച്ച് മാത്രം ആലോചിച്ചിരുന്ന ഒരു മുന്നണി അതിൽ നിന്ന് മാറി പ്രതിപക്ഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷത്തെക്കുറിച്ചെല്ലാം ആലോചിച്ചു തുടങ്ങി, പ്രതിപക്ഷ നേതാവിനെ കുറിച്ചെല്ലാം ആലോചിച്ചു തുടങ്ങി. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോയി, അല്ലെങ്കിൽ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ പതുക്കെങ്കിലും തയ്യാറാകുന്നു എന്നെല്ലാം ആണ് മനസ്സിലാക്കേണ്ടി വരുന്നത്. കാരണം ഇപ്പോൾ ഈ എക്സിറ്റ് പോളുകൾ വന്നപ്പോൾ മാത്രമല്ല, എക്സിറ്റ് പോളുകൾ വരുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നത് സംബന്ധിച്ച വലിയ ചർച്ച അത് CPM-നെ സംബന്ധിച്ചിടത്തോളം ശക്തമായി തന്നെ നിന്നിരുന്നു. കാരണം പുറമേക്ക് ഭരണത്തുടർച്ച ഉണ്ടാകുമെന്നും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രി ആകും എന്നും അങ്ങനെയാണ് ഒരു LDF 3ാം ഭരണത്തിലേക്ക് എന്നെല്ലാം അവകാശപ്പെടുമ്പോൾ പ്രതിപക്ഷ നേതൃത്വത്തെക്കുറിച്ച് ഇനിയെങ്കിലും ആലോചിച്ചില്ലെങ്കിൽ അവിടെയും വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് നേതൃത്വം അത്തരം ചർച്ചകളിലേക്ക് നീങ്ങിയത്. അങ്ങനെയാണ് 3 പേരുകാരിലേക്ക് പ്രധാനമായും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആര് എന്നത്, അത് പ്രതിപക്ഷ സ്ഥാനം ലഭിക്കുകയാണ് എങ്കിൽ അവിടെ വരുന്നത് P രാജീവ്, CPM-ന്റെ മുതിർന്ന നേതാവാണ്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. മുഹമ്മദ് റിയാസ് അവിടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നതിനൊപ്പം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടി ആക്കിയിരിക്കുന്ന റിയാസ് നിലവിലെ മന്ത്രിയാണ്. മറ്റൊരു മന്ത്രി KN ബാലഗോപാൽ. ഈ 3 പേരാണ് പ്രതിപക്ഷ നേതാവാകാൻ അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്കുള്ള മത്സര രംഗത്തേക്കുള്ളത്. എന്നാൽ ഇവർ 3 പേരും ജയിക്കുമോ എന്ന കാര്യത്തിൽ വലിയ സംശയവുമുണ്ട്. കാരണം അവരവരുടെ മണ്ഡലങ്ങളിൽ സമാനതകളില്ലാത്ത കടുത്ത മത്സരമാണ് ഈ 3 പേരും. അത് മുഹമ്മദ് റിയാസ് ബേപ്പൂരിലാണെങ്കിലും, കൊട്ടാരക്കരയിൽ KN ബാലഗോപാലാണെങ്കിലും, ഇവിടെ കളമശ്ശേരിയിൽ P രാജീവ് ആണെങ്കിലും എല്ലാം തന്നെ നേരിടുന്നത് കടുത്ത മത്സരത്തെയാണ്. പ്രത്യേകിച്ച് P രാജീവിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വം തന്നെ, ജില്ലാ സെക്രട്ടേറിയറ്റ് തന്നെ വിലയിരുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത് തോൽവി മണക്കുന്നുണ്ട്. അത് 7000 വോട്ടിനോളം തോൽക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ആ മണ്ഡലം നിലനിർത്താൻ P രാജീവിനെ കൊണ്ട് കഴിയില്ല. കാരണം ഭരണവിരുദ്ധ വികാരത്തിലും ഒപ്പം തന്നെ P രാജീവിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള വിമർശനങ്ങളിലും എതിർപ്പുകളിലും എല്ലാം തട്ടി ആ വിജയസാധ്യതകൾ നഷ്ടപ്പെടും, വിജയസാധ്യതകൾ ഇല്ലാതാകും. അങ്ങനെ വരുമ്പോൾ മറ്റ് 2 പേരുകളിലേക്ക് പോകും. സ്വാഭാവികമായും ഈ 3 പേരിൽ താരതമ്യേന സീനിയർ എന്ന് പറയുന്നത് KN ബാലഗോപാലാണ്. SFIയിലും DYFIയിലും എല്ലാം തന്നെയുള്ള പ്രവർത്തന കാലാവധി എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ 3 പേരിൽ ഏറ്റവും സീനിയർ എന്ന് പറയുന്നത് KN ബാലഗോപാലാണ്. എന്നാൽ കൊട്ടാരക്കര KN ബാലഗോപാലിനെ സംബന്ധിച്ചിടത്തോളം KN ബാലഗോപാലും ശക്തമായ മത്സരമാണ്. അദ്ദേഹത്തിനെതിരെ വലിയ ആരോപണങ്ങൾ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട്. അതിനെല്ലാം പിന്നിൽ പലപ്പോഴും പാർട്ടിക്കുള്ളിലെ പോര് തന്നെയാണ് KN ബാലഗോപാലിന് വിനയാവുകയും ചെയ്തിട്ടുള്ളത്. മറിച്ച്
അടുത്ത റിയാസിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അവിടെ മുഖ്യമന്ത്രിയുടെ പിന്തുണ റിയാസിനുണ്ട്. മുഖ്യമന്ത്രിയെ അനുകൂലിക്കുന്ന മുഖ്യമന്ത്രി പിണറായി പക്ഷക്കാരുടെ വലിയ ഒരു പിന്തുണ റിയാസിന് ലഭിക്കുമ്പോൾ പോലും റിയാസിന്റെ വിജയസാധ്യതയും വലിയ തോതിൽ ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ സംശയകരമായ സാഹചര്യമാണ്. അങ്ങനെ വന്നാൽ ഈ 3 പേരും തോൽക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും മറ്റൊരു പേരുകാരിലേക്ക് ചർച്ചകൾ നീങ്ങുക. പ്രതിപക്ഷ നേതാവ് ആരാകണം എന്നത് സംബന്ധിച്ച് ഇവർ 3 പേരിൽ ഒരാൾ ജയിക്കുകയാണെങ്കിൽ അവരെ തന്നെ പ്രതിപക്ഷ നേതാവാക്കി അയാളെ തന്നെ പ്രതിപക്ഷ നേതാവാക്കി മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അതിൽ 2 പേർ ജയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ വലിയൊരു തർക്കങ്ങൾ CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ആര് പ്രതിപക്ഷ നേതാവാകണം എന്നത് സംബന്ധിച്ച് എല്ലാം തന്നെ അങ്ങനെ പ്രതിപക്ഷ നേതൃത്വത്തെ കുറിച്ച് CPM ആലോചിക്കുകയും അത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് നേതൃത്വം പലപ്പോഴും പോവുകയും അണികളിലടക്കം ആ ചർച്ചകൾ സജീവമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 3 പേരുടെയും പി രാജീവിൻ്റെ ആണെങ്കിലും റിയാസിൻ്റെ ആണെങ്കിലും KN ബാലഗോപാലിൻ്റെ ആണെങ്കിലും എല്ലാം തന്നെ അണികൾ അവർക്ക് വേണ്ടി വലിയ ഒരു പ്രചാരണം നടത്തുന്നുണ്ട്, പ്രചാര വേലകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഭരണം ലഭിച്ചാൽ പോലും ഇനി വീണ്ടും ഒരു മന്ത്രിസ്ഥാനം എത്രമാത്രം ലഭിക്കുമെന്നതെല്ലാം തന്നെ സംശയകരമായ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ചും പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും എല്ലാമുള്ള ചർച്ചകൾ കൃത്യമായി തന്നെ അവിടെ നടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമാണ്, LDF അവരുടെ വിജയത്തിൽ തുടർ ഭരണത്തിൽ വലിയ ആശങ്കാകുലരാണ്. പ്രതിപക്ഷത്തെക്കുറിച്ച് ആലോചിക്കുകയും പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും എല്ലാം തന്നെ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് തീർച്ചയായും ജിജീഷ് അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്.